കൊച്ചി കലൂരിൽ ഐഡലെ കഫേയിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. അപകടത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ ഹോട്ടലിൽ സ്റ്റീമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. കലൂർ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐഡലി കഫേയിലായിരുന്നു സംഭവം. പശ്ചിമബംഗാൾ സ്വദേശി സുമിത്താണ് മരിച്ചത്. അപകടത്തിൽ 5 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ ഒരാളുടെ ശരീരം മുഴുവനായി പൊള്ളിയ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ യുവതി പറഞ്ഞു. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആൾക്കാരെ ഇപ്പുറത്തോട്ട് ചാടിച്ചു. അതിന്റെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇവർ ഈ പൊള്ളിയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിലേ തന്നെ കയറി ചാടാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഇപ്പുറത്തോട്ട് ചാടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിൽ ആളുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു അതിന്റെ ഉള്ളിൽ ആളുണ്ടോ നോക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ചെന്ന് നോക്കുമ്പോഴാണ് 2 പേര് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഒരാളുടെ ദേഹം മൊത്തം തൊലി പോയിട്ട് പിടിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് എടുത്ത് ഇപ്പുറത്തേക്ക് ആക്കാൻ പറ്റില്ല. പിന്നെ തന്നെ കയറി വരാൻ പറഞ്ഞ് പിന്നെയാണ് ഒരാളും കൂടി ഉണ്ടായി. അതിനകത്ത് ആ ആൾക്ക് കുറച്ച് സീരിയസ് ആണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. സ്ഥാപനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ്. ഇവിടുത്തെ ബോയിലർ പൊട്ടിത്തെറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് പരിക്കേറ്റാണ്. അതിൽ 4 പേർക്ക് പരിക്കേണ്ട ഒരാൾ മരണപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ്, സുമിത് എന്ന് പറഞ്ഞ ആളാണ്. ബാക്കി വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ. 4 പേര് പരിക്കേറ്റ് ഇവിടുത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ഈ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അത് ബ്ലാസ്റ്റ് ആയിട്ടില്ല. ഈ പറഞ്ഞ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട ബോയിലറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി GCDA കഴിഞ്ഞ മാസം 6-ാം തീയതി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. നിർദ്ദേശം അവഗണിച്ച് പല സ്ഥാപനങ്ങളിലും ഗ്യാസ് ഉപയോഗിച്ചിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് മലയാളം, കൊച്ചി.